ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തുടരാൻ പൗരത്വം തെളിയിക്കാനുള്ള 11 രേഖകളിൽ ആധാറോ വോട്ടർ ഐഡിയോ റേഷൻ കാർഡോ ഇല്ല. ദരിദ്രരും സാധാരണക്കാരുമായുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചറിയൽ രേഖകളായി കൈവശമുള്ളവയാണ്. പൗരത്വം തെളിയിക്കുന്ന രേഖകളില്ലാത്തവർ അനധികൃത കുടിയേറ്റക്കാരായാണ് മാറുന്നത്. സ്വാതി സന്തോഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സ്വാതി, ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ തുടരാൻ പൗരത്വം തെളിയിക്കാനുള്ള 11 രേഖകളിൽ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം കൂടി പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഈ പൗരത്വം തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള രേഖകളിൽ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാന രേഖകളൊന്നും തന്നെയും വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ജനങ്ങൾ വോട്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർ, അതോടൊപ്പം തന്നെയും സാധാരണക്കാരെല്ലാം തന്നെയും സാധാരണഗതിയിൽ ഈ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി കാണിക്കുന്നത് ആധാറോ റേഷൻ കാർഡോ തുടങ്ങിയ രേഖകളാണ്. എന്നാൽ ഈ രേഖകൾ സംബന്ധിച്ച വിവരങ്ങൾ ഈ ലിസ്റ്റിലൊന്നും തന്നെ ഈ 11 രേഖകളിൽ ഈ രേഖകളൊന്നും തന്നെയും ഉൾപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ഇത് വലിയ തരത്തിലാണ് വോട്ടർമാരെ ബാധിക്കുന്നത്. ഒരു ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇത് പോകുമെന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല ഇതിൻ്റെയൊക്കെ മറവിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുവാനുള്ള നീക്കമാണ് BJPയുടെ നേതൃത്വത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ആയുധമാക്കിക്കൊണ്ട് ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് എന്ന വിമർശനമാണ് ഇതിനോടകം തന്നെ ശക്തമാകുന്നത്. ഇതിൽ CPM ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 3 കോടിയോളം വരുന്ന ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. മറിച്ച് ഈ രേഖകൾ 11ഓളം രേഖകൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളാണ് വരുന്നത്. ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ റേഷൻ കാർഡോ നേരത്തെ സൂചിപ്പിച്ച പോലെ ആധാർ ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ, സാധാരണഗതിയിൽ കാണിക്കുന്ന രേഖകളൊന്നും തന്നെയും ആ പട്ടികയിൽ ഉൾപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ കാണിച്ചില്ല എങ്കിൽ തന്നെയും ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരെല്ലാം തന്നെ അനധികൃത കുടിയേറ്റക്കാരായി നിശ്ചയിക്കപ്പെടും, അല്ലെ അത്തരത്തിൽ തള്ളിക്കളയും എന്നുള്ള കാര്യം തന്നെയാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ് ഈ വോട്ടർ പട്ടിക പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഒരു 3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നിട്ടും ഈ പ്രക്രിയയിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ആര്യ.